ടി വിയിൽ ഒരുപാട് തവണ കണ്ട സിനിമയാണെങ്കിലും ഈ സിനിമ വന്നാൽ ചിലപ്പോൾ നമ്മൾ ചാനൽ മാറ്റൂല. അങ്ങനത്തെ ഒരു 5 മലയാള സിനിമകൾ. 5th വൺ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥ, അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കോമഡി കാര്യങ്ങൾ, ഫൺ പരിപാടികൾ, പക്ഷെ പിന്നെ ആ പരിപാടി കുറച്ച് സീരിയസ് ആയി മാറും. ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്ത സിനിമ ഇൻഹെറിറ്റഡ്. 4th വൺ ഒരു എവർഗ്രീൻ ക്ലാസിക്. ദാസനെ വിജയനെ ഒരിക്കലും ഒരു മനുഷ്യന് ഒരു കാലത്തും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് കാലവും ചിലപ്പോൾ ഒരു പക്ഷേ ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് ഈ സിനിമ നമ്മൾ ടി വിയിൽ കാണുവാണെങ്കിലോ അത് എവിടെ കാണുവാണെങ്കിലോ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ഈ സിനിമ എടുത്ത് കാണാം. നാടോടിക്കാറ്റ്. 3rd വൺ ഇങ്ങനൊരു സിനിമ ഇനി മലയാളത്തിലുണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനൊരു സിനിമ ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ചിരിപ്പിച്ചു, ഒട്ടും ലോജിക്കില്ലാതെ നമ്മളെ ചിരിപ്പിച്ച് രസിപ്പിച്ചൊരു സിനിമ സി.ഡി. മൂസ. 2nd വൺ മോഹൻലാൽ ജഗതി കോമ്പറ്റീഷൻ. രേവതിയുടെ ഒരു കിടലൻ പെർഫോമൻസ്, ഫുൾ കോമഡി എന്നാൽ അറ്റ് ദ സെയിം ടൈം സീരിയസ് ഒരു സബ്ജക്ട്. കിലുക്കം. 1st വൺ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ത്രില്ലർ, സൈക്കോളജി, ഹൊറർ, ഹ്യൂമർ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള സിനിമ. അങ്ങനെ സിനിമ ഇനി ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനൊരു സിനിമ പിന്നെ ഉണ്ടായിട്ടുമില്ല. ഓരോ ആക്ടേഴ്സിനും ഓർത്തിരിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് സീനുകൾ അത്രത്തോളം എൻജോയബിൾ ആണ്. അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ളൊരു സിനിമ. മണിച്ചിത്രത്താഴ്. എനിക്കറിയാം നിങ്ങൾക്കും ഒരുപാട് സിനിമകൾ മൈൻഡിലൂടെ പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് കണ്ടിട്ടുള്ള സിനിമകൾ കമൻറ്റ് ചെയ്യുക.